വയനാട് സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി പ്രതികരിക്കാതെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. എല്ലാ ചോദ്യങ്ങൾക്കും നാളെ മറുപടി നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിവരങ്ങളുമായി ശരത്ത് ചേരുന്നു ദില്ലിയിൽ നിന്ന്. ശരത്ത്, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? मिनिमम इनकम गारंटी का स्कीम है, न्यूनतम आय योजना उसका नाम है. നാട്ടിൽ മത്സരിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം വലിയ രീതിയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ന്യായ് പദ്ധതിയുടെ വിശദാംശങ്ങൾ മാത്രമായിരുന്നു പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം ഉത്തരം നൽകിയത്. മറ്റൊരു വിഷയങ്ങളെക്കുറിച്ചും താൻ പ്രതികരിക്കാനില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ വയനാട്ടിൽ മത്സരിക്കുമോ എന്നതിനെ സംബന്ധിച്ചും ഒന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് അദ്ദേഹം ഈ മറ്റു വിഷയങ്ങളൊക്കെ തന്നെ നാളെ അതിന് മറുപടി നൽകാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ വക്താവായ രൺദീപ് സിംഗ് സുർജേവാലയും ഇവിടെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അവിടെ അപ്പോൾ കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കിയത് കർണാടക, തമിഴ്നാട്, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രാഹുൽ ഗാന്ധി അവരവരുടെ 3 സംസ്ഥാനങ്ങളിൽ മത്സരിക്കണം എന്നുള്ള ആവശ്യങ്ങൾ, അവരവരുടെ സംസ്ഥാനങ്ങളിൽ മത്സരിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഇതേവരെ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് രൺദീപ് സിംഗ് സുർജേവാല വ്യക്തമാക്കിയത്. ഇതിനെ തുടർന്ന് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി. കർമ്മഭൂമി, രാഹുൽ ഗാന്ധിയുടെ കർമ്മഭൂമി അത് അമേഠിയാണ് എന്നും അദ്ദേഹം രൺദീപ് സിംഗ് സുർജേവാല കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. അതായത് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിശദീകരണമോ തീരുമാനമോ ഇതേവരെയായി എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഏതായാലും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പുരോഗമിക്കുകയാണ്. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇതേവരെയായി കോൺഗ്രസ് പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോകാതെ കാര്യങ്ങൾ ഉടൻ തീരുമാനത്തിലെത്തിയിരിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അല്ലെങ്കിൽ സംസ്ഥാനത്ത് പ്രചരണ രംഗത്തും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതിനാൽ തന്നെ പ്രഖ്യാപനം നീട്ടിയേക്കില്ല എന്നുള്ള സൂചനകളും ഏതായാലും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നു. ഒരു പക്ഷേ മത്സരിക്കാനേ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ പല ദേശീയ മാധ്യമങ്ങളും ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുവാനാകുന്നത്. ശരത്താണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നിർധന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 72,000 രൂപ വരുമാന വാഗ്ദാനം നൽകുന്ന ന്യായ് പദ്ധതിയുമായി കോൺഗ്രസ് പ്രകടന പത്രിക. ഒരു മാസം ഒരു കുടുംബത്തിന് 12,000 രൂപ അടിസ്ഥാന വരുമാനം ഉറപ്പാക്കും. 25 കോടി ജനങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. നരേന്ദ്രമോദി 3.5 ലക്ഷം കോടി രൂപ ധനികർക്ക് നൽകുമ്പോഴാണ് പാവപ്പെട്ടവർക്കുള്ള കോൺഗ്രസ് പദ്ധതിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. तो कांग्रेस पार्टी गारंटी करती है कि हिंदुस्तान के 20% सबसे गरीब परिवारों को, शौक मत होना, अभी धमाका बढ़ने जा रहा है, 20% सबसे गरीब परिवारों को हर साल 72,000 रुपए देने जा रही है. 5 करोड़ फैमिलीज, 25 करोड़ लोगों को डायरेक्ट इस स्कीम का फायदा मिलेगा. രാഹുൽ ഗാന്ധിയുടെ മിനിമം വേതനം പ്രഖ്യാപനം കോൺഗ്രസിന്റെ സ്ഥിരം ഇലക്ഷൻ കാലത്തെ പ്രഖ്യാപനമെന്ന് കോടിയേരി. ഇവ കോൺഗ്രസിന്റെ മുൻകാല പ്രഖ്യാപനം പോലെയാകും. കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുന്ന സീറ്റിൽ പോലും അനിശ്ചിതത്വത്തിലാണെന്നും കോടിയേരി കോഴിക്കോട് പ്രതികരിച്ചു. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്ഥിരം പതിവാണ്. ഗരീബി ഹടാവോ എന്നായിരുന്നു, ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇവിടെ ദാരിദ്ര്യക്ക് താഴെ നിൽക്കുന്നവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ധക്കാരി ഹടാവോ എന്നുള്ളതും കോൺഗ്രസിന്റെ മുദ്രാവാക്യമായിരുന്നു. തൊഴിലില്ലായ്മ തുടച്ചു നീക്കും. ഇന്ത്യയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം പെരുകുകയാണ് കോൺഗ്രസ് ഭരണകാലത്ത് ചെയ്തത്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ജോലി, ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലി. ഈ മുദ്രാവാക്യങ്ങളൊക്കെ കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ. ആ മുദ്രാവാക്യങ്ങൾക്ക് ഏറ്റ അവസ്ഥ തന്നെയാണ് ഈ മുദ്രാവാക്യത്തിനും ഈ വാഗ്ദാനത്തിനും സംഭവിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ.
ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ പേര് വയനാട്ടിൽ ഉയർന്നു വന്നതെന്ന് NDTV. രണ്ടാം സീറ്റിൽ രാഹുൽ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രവും റിപ്പോർട്ട് ചെയ്യുന്നു. അമേഠി കൂടാതെ മറ്റൊരു സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി ഇല്ല. BJP അപ്രസക്തമായ കേരളത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേഠിയിലെ പരാജയഭീതി എന്ന ആരോപണത്തിനപ്പുറം മുഖ്യ ശത്രു ആരെന്ന ചോദ്യമുയരും. ഇടതുപക്ഷത്തിന്റെ കേന്ദ്രമാണ് കേരളം. BJP സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനം. ഉത്തർപ്രദേശ് അടക്കമുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ വിജയത്തിനായുള്ള പ്രവർത്തനം വെറുതെയാകുമെന്നും ഹൈക്കമാൻഡ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിലെ AI ഗ്രൂപ്പ് തർക്കമാണ് രാഹുലിന്റെ പേര് വയനാട്ടിലേക്ക് വലിച്ചിഴച്ചതെന്ന് NDTV പറയുന്നു. BJPക്കെതിരായ പോരാട്ടമാണ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത്. 2014 മുതൽ അമേഠിയിലെ മുഖ്യ പ്രതിപക്ഷം BJPയാണ്. അവിടെ നിന്നും BJPക്ക് സ്ഥാനാർത്ഥി പോലുമില്ലാത്ത വയനാട്ടിലേക്ക് വന്നാൽ ഉത്തരേന്ത്യൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നതായി NDTV റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫ്ലക്സ് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടി വേണമെന്ന് ഹൈക്കോടതി. നിയമവിരുദ്ധമായി ഫ്ലക്സ് സ്ഥാപിച്ചാൽ അവ നീക്കം ചെയ്ത് ചെലവും പിഴയും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഈടാക്കണം. ഫ്ലക്സ് സ്ഥാപിച്ചവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. കേസെടുത്തില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ജില്ലാ കളക്ടർമാർ ഇക്കാര്യം ഉറപ്പാക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. BJP തങ്ങളുടെ ഡിസൈൻ മോഷ്ടിച്ചാണ് ഔദ്യോഗിക വെബ്സൈറ്റ് നിലനിർത്തുന്നതെന്ന പരാതിയുമായി വെബ്സൈറ്റ് ഡിസൈനിംഗ് കമ്പനി രംഗത്ത്. തങ്ങൾ തയ്യാറാക്കിയ ടെംപ്ലേറ്റ് പ്രതിഫലമോ പേരോ നൽകാതെയാണ് BJP ഉപയോഗിച്ചത് എന്നാണ് പരാതി. അടുത്തിടെ പാർട്ടി ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. അത് പുനഃസ്ഥാപിച്ചപ്പോൾ ഉപയോഗിച്ച ടെംപ്ലേറ്റ് മോഷണം എന്നാണ് പുതിയ ആരോപണം. ആന്ധ്രയിൽ നിന്നുള്ള വെബ്സൈറ്റ് ഡിസൈനിംഗ് കമ്പനിയായ W3 ലേഔട്ട്സ് ആണ് BJPക്കെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയത്. ഡിസൈൻ ചെയ്ത കമ്പനിയുടെ പേരും ബ്ലാക്ക് ലിങ്കും ഒഴിവാക്കിയെന്നാണ് BJPക്കെതിരെ ഉയർന്ന ആരോപണം. ടെംപ്ലേറ്റ് ഉപയോഗിച്ചപ്പോൾ പ്രതിഫലവും നൽകിയിട്ടില്ല. ഹാക്ക് ചെയ്യപ്പെട്ട വെബ്സൈറ്റ് കഴിഞ്ഞയാഴ്ചയോടെ വീണ്ടും പ്രവർത്തനക്ഷമമായിരുന്നു. BJPയുടെ IT സെൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ചത് മോഷണമാണെന്നാണ് കമ്പനിയുടെ വിശദീകരണം. നിർമ്മാതാക്കളുടെ പേര് പോലും നൽകാൻ പാർട്ടി തയ്യാറായിട്ടില്ലെന്നും കമ്പനി ചൂണ്ടിക്കാട്ടുന്നു. നിർമ്മാതാക്കളെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്ഥാപനത്തിന്റെ സോഴ്സ് കോഡ് തന്നെയാണ് BJP ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത്. ഇത് വെബ്സൈറ്റിന്റെ സോഴ്സ് കോഡിൽ നിന്നും വ്യക്തമായി കാണാനും കഴിയും. നിർമ്മാതാക്കളുടെ പേര് കൂടി ഉൾപ്പെടുത്താൻ പാർട്ടി തയ്യാറാക്കണമെന്ന് സ്ഥാപനം BJPയോട് നേരത്തെ ട്വിറ്ററിൽ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ കാവൽക്കാരനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു നേതാവിന്റെ പാർട്ടി ഇത്തരമൊരു കാര്യം ചെയ്യുന്നത് അത്ഭുതമാണെന്നും ഒരു ചെറിയ സ്ഥാപനത്തിന്റെ ചോരയും നീരുമാണ് മോഷ്ടിച്ചതെന്നും കമ്പനി ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു. സംഭവം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ BJPക്കെതിരെ വലിയ തോതിലുള്ള വിമർശനവുമാണ് ഉയരുന്നത്. അതേസമയം പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്. RSPയുടെ തട്ടകമായ ചവറയിൽ RSPയിൽ നിന്ന് കൂട്ടരാജി. നീണ്ടകര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ 100ഓളം കുടുംബങ്ങളാണ്. RSPയിലെ അധികാരം വടംവലിയിലും പാർലമെന്റേറിയൻ മോഹത്തിലും പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് CPIഎമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഈ ചവറ മുതൽ ചവറ വരെ നീണ്ടു നിൽക്കുന്ന പാർട്ടിയാണ് RSP എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. കേരള കോൺഗ്രസിനെ പറയുന്ന പോലെ RSP അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ എന്തുകൊണ്ട് RSPയുടെ ഒരു തട്ടകമായ കരിമണലിന്റെ ഭൂമിയിൽ നിന്ന് RSP ഇപ്പോൾ അതല്ല, ആ വേര് അറുത്തുകൊണ്ട് വരാൻ വേണ്ടി മാത്രമുള്ള ഒരു അത്രയും പ്രതിസന്ധി RSPയിലുണ്ടോ? സഖാവ് ബേബി ജോൺ നേതൃത്വപരമായ പങ്കുവച്ച കാലയളവിൽ 6 MLAമാരും നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരടക്കമാളും 2 MPമാരും അടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനെ നയിച്ചിട്ടുണ്ടെങ്കിൽ സഖാവ് ബേബി ജോണിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇത്തരം ചിന്താഗതിക്കാരെ അധികാരം കൈയടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുവാനുള്ള പരിശ്രമവുമായി മുമ്പോട്ട് പോയതിന്റെ ഫലമാണ് ഇത്തരം ഒരു അവസ്ഥ ഈ പാർട്ടിയെ സംബന്ധിച്ചോളം വന്നുഭവിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. RSPക്കുള്ളിൽ, അതായത് ഈ നേതാക്കന്മാർ, RSPയിലെ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഈ UDFിലേക്ക് പോയത്? എപ്പോഴും ഉണ്ടല്ലോ. അതിന്റെ യഥാർത്ഥമായ തെളിവാണല്ലോ ഷിബു ബേബി ജോൺ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത്. എപ്പോഴും പാർട്ടി കൈയടക്കുവാൻ വേണ്ടിയുള്ള പ്രേമേന്ദ്രന്റെ വളരെ മോശപ്പെട്ട അഭിപ്രായം, അല്ലെ മോശപ്പെട്ട തീരുമാനവും മോശപ്പെട്ട നീക്കവുമാണല്ലോ ഷിബു ബേബി ജോൺ ചവറ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. ഷിബു ബേബി ജോണിന് അനുകൂലമായി സഖാവ് പ്രേമേന്ദ്രൻ വോട്ട് പിടിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ധാരണയുള്ളവരാണ് ഞങ്ങൾ. അതിന് അടിസ്ഥാനപരമായ ഒട്ടനവധി കാരണങ്ങളുമുണ്ട്. ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ
പാർട്ടി പ്രേമേന്ദ്രന്റെ കൈക്കുള്ളിൽ അമർത്തുവാൻ കഴിയുമെന്നുള്ള അന്ധമായ ധാരണ, അന്ധമായ തീരുമാനവുമായി മുമ്പോട്ട് പോയിട്ടുള്ള ആളാണെന്ന് വ്യക്തിപരമായി പ്രേമേന്ദ്രനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. RSPയിൽ ഇപ്പോഴും ഇതുപോലെ നിരവധി പേരുണ്ടോ ഇങ്ങനെ ആൾക്കാർ? ഞങ്ങളുടെ കൂടെ തന്നെ ഒട്ടനേകം ആൾക്കാർ രാജിവെടുത്തിട്ടുണ്ട്. നീണ്ടകരയിൽ തന്നെ നൂറുകണക്കിന് ചെറുപ്പക്കാരാണ്, നൂറുകണക്കിന് കുടുംബങ്ങളാണ്. അതുപോലെ തന്നെ ചവറ നിയോജക മണ്ഡലത്തിൽ ആകമാനം എല്ലാ പഞ്ചായത്തിലും ഇത്തരം വിഷയങ്ങളിൽ അസഹിഷ്ണുത പൂണ്ട ഒട്ടനവധി ചെറുപ്പക്കാരും ഒട്ടനവധി കുടുംബങ്ങളും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതേസമയം ആ RSPയുടെ തട്ടകമായ ചവറയിൽ നിന്നാണ് ഇപ്പോൾ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നതും. അധികാര തർക്കമാണ് പ്രശ്നം. പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും RSPയിൽ അധികാരം കൈയടക്കാൻ തുടങ്ങിയതാണ് RSPയുടെ പതനത്തിന് കാരണമെന്ന് വിട്ടുവന്നവർ ആരോപിക്കുന്നു. ചവറയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് തുടരുന്നു. 11 ജില്ലകളിൽ ഇന്നും നാളെയും ചൂട് വീണ്ടും കൂടുമെന്ന് മുന്നറിയിപ്പ്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നാണ് സൂചന. 11 മണി മുതൽ 3 മണി വരെ ആരും സൂര്യാതപം നേരിട്ട് ഏൽക്കരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചൂടിനെ അതിജീവിക്കാൻ പക്ഷിമൃഗാദികൾക്ക് കുടിവെള്ളം ഒരുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കാട്ടുമൃഗങ്ങൾ നാട്ടിൽ അതിക്രമിച്ചു കടക്കാതിരിക്കാൻ വനവകുപ്പ് മുന്നൊരുക്കം സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് നാളെയും ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 3 മുതൽ 4 ഡിഗ്രി വരെയും മാർച്ച് 27നും 28നും ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെയും ഉയരുവാൻ സാധ്യതയുണ്ട്. ഇന്നു മുതൽ 28 വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും അറിയിച്ചു. വേനൽ മഴ അകന്നു നിൽക്കുന്നതും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതുമാണ് സംസ്ഥാനം ചുട്ടുപൊള്ളാൻ കാരണമായത്. അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി ഉയരുന്നതിനാലും സൂര്യാഘാതം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിലും ആരോഗ്യവകുപ്പ് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നിർജ്ജലീകരണം ഒഴിവാക്കാനായി ധാരാളം വെള്ളം കുടിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം പ്രധാനമായും ആവശ്യപ്പെടുന്നു. മനുഷ്യർക്കൊപ്പം പക്ഷിമൃഗാദികളും കനത്ത ചൂടിനെ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു ചിരട്ടയിലോ ചെറിയ പാത്രങ്ങളിലോ വീടുകളിൽ വെള്ളം അല്പം കരുതി വയ്ക്കുന്നത് പക്ഷിമൃഗാദികൾക്ക് ഗുണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കാട്ടിൽ അധിവസിക്കുന്ന പക്ഷിമൃഗാദികൾക്ക് വെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചൂട് കൂടുന്നതനുസരിച്ച് കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആവശ്യമായ ജാഗ്രത പുലർത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വടകര LDF സ്ഥാനാർത്ഥി P. ജയരാജന് അഭിവാദ്യം അർപ്പിച്ച് നവവരന്റെ വീഡിയോ. കല്യാണം കഴിഞ്ഞ് വധുവുമായി വീട്ടിലേക്ക് പോകുന്ന വരൻ മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോ ആണ് വൈറലാകുന്നത്. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ആവേശം ഒട്ടും ചോരാത്ത മുദ്രാവാക്യം. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P. ജയരാജന് അഭിവാദ്യം അർപ്പിക്കുകയാണ് നവവരൻ. തിരഞ്ഞെടുപ്പ് കാലത്ത് വൈറലാവുകയാണ് ഈ വീഡിയോ. വധുമൊത്ത് കാൽനടയായിട്ടാണ് വരൻ വീട്ടിലേക്ക് വരുന്നത്. കൂട്ടത്തിൽ സുഹൃത്തുക്കളും. പിന്നീടാണ് ട്വിസ്റ്റ്. പൊടുന്നനെ വധുവിനെ പോലും അമ്പരിപ്പിച്ച് വരന്റെ മുദ്രാവാക്യം വിളി. മുഷ്ടി ചുരുട്ടി സഖാവ് PJJ എന്ന് വിളിച്ചു പറഞ്ഞുള്ള കല്യാണച്ചെക്കന്റെ വരവ് നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തി. വധുവിനോടൊപ്പം ഒരു കൈയിൽ പൂമാലയുമേന്തിയുള്ള ഈ വരന്റെ മുദ്രാവാക്യം വിളി യൂട്യൂബിൽ വൈറലാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടികൾ 3ാം ദിവസമായ ഇന്നും തുടരുന്നു. രാവിലെ 7:30 അമ്പലപ്പുഴ മണ്ഡലത്തിലെ പള്ളാത്തുരുത്തിയിലാണ് സ്വീകരണ പരിപാടി ആരംഭിച്ചത്. മന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AMRF ഇപ്പോൾ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുള്ള സ്വീകരണം? ആപാലവൃദ്ധം ജനങ്ങൾ സ്വീകരിക്കാൻ, കൊച്ചുകുട്ടികൾ മുതൽ മുതുമുത്തച്ഛന്മാർ വരെ സ്വീകരിക്കാൻ
ആവേശപൂർവ്വം ഓടിക്കൂടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വികാരനിർഭരമായ സ്വീകരണമാണ് എല്ലാവരും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ എതിർ സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് പല കോൺഗ്രസ് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴൊന്നല്ല, ഞാൻ 2011 മത്സരിച്ചപ്പോൾ ഞാൻ ഉടുക്കുന്ന എൻ്റെ വസ്ത്രം, അതുപോലെ ഞാൻ നടക്കുന്ന രീതി, ഇതൊക്കെ പറഞ്ഞത് അത് ദേശീയ രാഷ്ട്രീയമില്ല, മതേതരത്വവും ഇല്ല, വർഗീയതയില്ല, ഒന്നുമില്ല. എൻ്റെ മുണ്ട ഉടുപ്പ്, എൻ്റെ ഷർട്ട്, എൻ്റെ പോസ്റ്റർ, അത് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒന്നും പറയില്ല പാവങ്ങൾ. അത് എന്തായാലും വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ജനങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ട്. ജനങ്ങൾ നല്ല പ്രതികരണമാണുള്ളത്, നല്ല ഭൂരിപക്ഷത്തിലുണ്ട്. എന്തായാലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM മാരിക്ക് വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. കാരണം പ്രചരണ ഓരോ വേദികളും നമുക്ക് കാണാൻ സാധിക്കുന്നത് വൻ ജനാവലി തന്നെയാണ്. ഇത്തരത്തിലുള്ള ജനാവലിയുടെ പിൻബലം തന്നെയാണ് അദ്ദേഹത്തെ ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് കാരണം. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. ആറ്റിങ്ങലിൽ ഡോക്ടർ A. സമ്പത്ത് വാഹന പ്രചരണം ആരംഭിച്ചു. കടന്നുവരുന്ന വഴികളിലെല്ലാം തങ്ങളുടെ പ്രിയ സഖാവിനെ കാണാൻ നിരവധി പ്രവർത്തകരാണ് കാത്തുനിൽക്കുന്നത്. അതേസമയം ഒന്നാം ഘട്ട പ്രചരണം അവസാനിച്ചെന്നും തെരഞ്ഞെടുപ്പിൽ ആശങ്കകൾ ഒന്നുമില്ലെന്നും UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും പ്രതികരിച്ചു. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നമുക്കറിയാവുന്ന, നമ്മളെ അറിയാവുന്ന, ഈ നാടിനെ അറിയാവുന്ന നമ്മുടെ സമ്പത്ത് കടന്നു വരികയാണ്. ഡോക്ടർ A. സമ്പത്ത് കടന്നു വരികയാണ്. ഇന്നലെ രാവിലെ 8 മണിക്ക് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ മണനാക്കിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്ത് വാഹന പ്രചരണം ആരംഭിച്ചത്. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കടന്നുവന്നിടങ്ങളിലെല്ലാം വലിയ ആൾക്കൂട്ടങ്ങളാണ് സമ്പത്തിനെ സ്വീകരിക്കുവാൻ കാത്തുനിന്നത്. കഴിഞ്ഞ 3 തവണ മത്സരിച്ച് വിജയിച്ച വിശ്വാസവും പരിചയസമ്പന്നതയും തന്നെയാണ് സമ്പത്തിനെ മണ്ഡലത്തിൽ മുന്നിൽ നിർത്തുന്നത്. 3 വർഷവും നടത്തിയ വികസന നേട്ടങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളും തന്നെയാണ് സമ്പത്ത് പ്രചരണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. മലയാളികളുടെ മാതൃഭൂമിയായ കേരളം എല്ലാം കൊണ്ട് നന്മ നിറഞ്ഞ നാടാണ്. അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങളാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ഈ LDF ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ജനത, ഈ നാട്ടിലെ ജനത ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്താൻ പോകുന്നത്. UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ആദ്യഘട്ട പ്രചരണം പുരോഗമിക്കുകയാണ്. 100% വിജയിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഒരു ആശങ്കയുമില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആശങ്കയില്ല എന്ന് പറയുന്നത് UDFന് അനുകൂലമായ ഒരു ചിത്രം ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരിക്കും എന്ന് പരിപൂർണമായി ഞാൻ നോക്കിക്കാണുന്നു, അത് വിശ്വസിക്കും. NDA സ്ഥാനാർത്ഥിയായ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രനും ആറ്റിങ്ങലിൽ ആദ്യഘട്ട പ്രചരണത്തിലാണ്. കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ നിന്ന് മാറി മതമേലധ്യക്ഷന്മാരെ കാണുന്ന തിരക്കിലായിരുന്നു ശോഭ. ഇന്ന് വീണ്ടും മണ്ഡലത്തിലെത്തി വോട്ടർമാരെ നേരിട്ട് കാണും. എന്തായാലും 3 സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമായതോടെ കടുത്ത മത്സരം തന്നെയാണ് ചരിത്രമുറങ്ങുന്ന ആറ്റിങ്ങലിന്റെ മണ്ണിൽ കാണാൻ കഴിയുന്നത്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൊള്ളാച്ചി പീഡന സംഭവത്തെക്കുറിച്ചും നടി നയൻതാരയ്ക്കെതിരെയും ലൈംഗിക ചുവയോടെ പൊതുവേദിയിൽ പരാമർശം നടത്തിയ നടനും DMK നേതാവുമായ രാധാരവിയെ DMK സസ്പെൻഡ് ചെയ്തു. നയൻതാര അഭിനയിച്ച കൊലയുതിർക്കാലം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുന്ന ചടങ്ങിൽ വെച്ചായിരുന്നു രാധാരവി വിവാദ പരാമർശം നടത്തിയത്. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പൊള്ളാച്ചിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് സംഭവത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലും നടി നയൻതാരയെ അപമാനിച്ചുകൊണ്ടും നടനും DMK നേതാവുമായ രാധാരവി വിവാദ പരാമർശവുമായി രംഗത്ത് വന്നത്. പൊതുവേദിയിൽ ലൈംഗിക ചുവയോടെയുള്ള പരാമർശം നടത്തിയതിനെ തുടർന്ന് രാധാരവിയെ DMK നേതൃത്വ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തു. നയൻതാര അഭിനയിച്ച കൊലയുതിർക്കാലം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുന്ന ചടങ്ങിൽ വെച്ചായിരുന്നു രാധാരവിയുടെ വിവാദ പരാമർശം. പാർട്ടി അച്ചടക്കം ലംഘിച്ചതിനാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എല്ലാ പദവികളിൽ നിന്നും രാധാരവിയെ നീക്കുന്നതായി DMK ജനറൽ സെക്രട്ടറി K. അൻപഴകൻ ഇന്നലെ രാത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. തുടർന്ന് ഗായക ചിന്മയി, സംവിധായകൻ വിഘ്നേഷ് ശിവൻ തുടങ്ങിയവർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ദക്ഷിണേന്ത്യൻ ഡബ്ബിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ രവിക്കെതിരെ സിനിമാ സംഘടനാ പ്രമുഖരാരും പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്. പ്രേം നസീറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ നിത്യഹരിതം എന്ന പുസ്തകം മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് പ്രകാശനം ചെയ്തു. പ്രേം നസീർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിലാണ് ചടങ്ങ് നടന്നത്. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ജീവിതത്തിലെ അവിസ്മരണീയ ഘട്ടങ്ങളാണ് നിത്യഹരിതം എന്ന പുസ്തകത്തിലൂടെ ആസ്വാദക സമക്ഷം എത്തുന്നത്. 12 ഭാഗങ്ങളിലൂടെ മലയാളത്തിന്റെ പ്രിയനടനെ കുറിച്ച് ഗ്രന്ഥം പ്രതിപാദിക്കുന്നു. പ്രേം നസീർ ഫൗണ്ടേഷന്റെ മേൽനോട്ടത്തിൽ R. ഗോപാലകൃഷ്ണനാണ് നിത്യഹരിതം തയ്യാറാക്കിയിരിക്കുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ മോഹൻലാലും ചേർന്ന് നിത്യഹരിതം വായനക്കാർക്കായി സമർപ്പിച്ചു. അഭ്രപാളികളിൽ വിസ്മയം തീർത്ത പ്രേം നസീറിന്റെ ജീവിതം വിദ്യാർത്ഥികൾക്കായി പാഠഭാഗങ്ങളിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണെന്ന്
ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു ഓർമ്മക്കുറിപ്പോ എന്തെങ്കിലും പ്രേംനസീറിനെ പറ്റിയുള്ള ഒരു പാഠം ഭാഗം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള 10ാം ക്ലാസ് വരെയുള്ള ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പാഠമാക്കണമെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. അതിനുള്ള അപേക്ഷ ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് പറയാമായിരുന്നു. തീർച്ചയായിട്ടും എന്തെങ്കിലും അദ്ദേഹത്തെ പറ്റി ഒന്ന് വരുന്ന ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനൊരു പാഠം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 20ാം നൂറ്റാണ്ടിൽ പ്രേംനസീറിനൊപ്പം മലയാള സിനിമയെ ഉയരങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ താരങ്ങളും ചടങ്ങിനെത്തിയിരുന്നു. ശ്രീകുമാരൻ തമ്പി, കവിയൂർ പൊന്നമ്മ എന്നിവർ പ്രേംനസീറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. പ്രേംനസീറിന്റെ കുടുംബാംഗങ്ങൾ, സിനിമ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലെ പ്രമുഖർ എന്നിവരും കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.